ബി.ജെ.പിയിൽ രാജീവ് ചന്ദ്രശേഖർ പിടിമുറുക്കിയതോടുകൂടി വലിയ തോതിലുള്ള ഒരു നായർ ലോബികളുടെ അതിപ്രസരം അത് കണ്ടു തുടങ്ങിയിരിക്കുന്നുവെന്ന് പരസ്യമായി തന്നെ കെ സുരേന്ദ്രനും വി മുരളീധരനുമൊക്കെ തുറന്നടിക്കുന്ന സാഹചര്യമാണ്. വി മുരളീധരൻ ഏറ്റവും കൂടുതൽ കണ്ണുവച്ചിരിക്കുന്നത് കഴക്കൂട്ടം നിയോജക മണ്ഡലം ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായിട്ടുള്ള അവിടെ 2026 നിയമസഭാ സ്ഥാനാർത്ഥിയാകാനാണ്. കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനായിരുന്നു മത്സരിച്ചത്. ആ സമയത്ത് വി മുരളീധരൻ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു, വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ അവിടെ മത്സരിച്ചപ്പോൾ 42,732 വോട്ടുകൾ പിടിക്കുകയും കടകംപള്ളി സുരേന്ദ്രനുമായി കേവലം 7,347 വോട്ടുകളുടെ മാത്രം വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന MA വാഹിദിനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടാണ് വി മുരളീധരൻ 2-ാം സ്ഥാനം നേടിയെടുത്തത്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മകുമാർ നേടിയത് വെറും 7,500 വോട്ടുകൾ മാത്രമായിരുന്നു ബി.ജെ.പിക്ക്. അവിടെയാണ് പൊടുന്തനെ 2016 ആയപ്പോൾ കൃത്യമായി വി മുരളീധരൻ 42,000, അതായത് 5 ഇരട്ടിയായി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോഴും വി മുരളീധരൻ അതിശക്തമായി അവിടെ ത്രികോണ പോരാട്ടം കാഴ്ചവെക്കുകയും 3,10,000 പരം വോട്ടുകൾ സമാഹരിച്ചെടുക്കുകയും ചെയ്തു. ഇത് വേറിട്ടൊരു കാഴ്ചയായിരുന്നു. എന്നാൽ വി മുരളീധരനെ ആറ്റിങ്ങൽ പാർലമെന്റിന്റെ കീഴിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലേക്ക് ഒതുക്കാനുള്ള പ്ലാനാണ്. വർക്കലയാണ് BJP നിശ്ചയിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വി മുരളീധരന് തിരിച്ചടിയായിരിക്കും. കാരണം വർക്കലയിൽ മത്സരിച്ചാൽ അവിടെ നേരിട്ടുള്ള പോരാട്ടം വി ജോയും BRM ഷഫീറും തമ്മിൽ തന്നെയായിരിക്കും ഇത്തവണയും. BRM ഷഫീറിന് മുൻതൂക്കമുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അതാണ് ഏവരും കാത്തിരിക്കുന്നത്. കഴക്കൂട്ടം അങ്ങനെയല്ല. കഴക്കൂട്ടത്ത് ഇവിടെ കോൺഗ്രസ് ദുർബലമാണ്. അവിടെ മത്സരം പ്രാധാന്യത്തോടെ നടക്കുന്നത് ഇടതുപക്ഷവും BJPയും തമ്മിലാണ്. ആ സാഹചര്യം പരമാവധി മുതലെടുക്കാൻ BJP സ്ഥാനാർത്ഥിയായി വീണ്ടും വരാമെന്ന് വിചാരിച്ച മുരളീധരനെയാണ് നായർ സംഘം കൃത്യമായി വർക്കലയിലേക്ക് പറഞ്ഞുവിടാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കഴക്കൂട്ടത്ത് BJPക്ക് അടിമുട്ടും. BJPക്ക് ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും കഴക്കൂട്ടത്ത് പകരമായി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുന്നത് ഒരു നായർ സ്ഥാനാർത്ഥിയാണെങ്കിൽ, അതായത് കഴക്കൂട്ടത്തെ തദ്ദേശ കോർപ്പറേഷന്റെ വാർഡുകൾ നോക്കുമ്പോൾ അതിനകത്ത് ഉള്ള ഏതെങ്കിലും ഒരു വാർഡ് മെമ്പറെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നുള്ളത് വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ചും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ചെമ്പഴന്തി കോർപ്പറേഷൻ വാർഡിലെ കൗൺസിലറായ ചെമ്പഴന്തി ഉദയനെ വീണ്ടും കഴക്കൂട്ടത്തെ നിയോജക മണ്ഡല സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. പ്രത്യേകിച്ചും ചെമ്പഴന്തി ഉദയൻ 2001 BJPക്ക് വേണ്ടി കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചത് കൊണ്ട് തന്നെ ചെമ്പഴന്തി ഉദയനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കമാണ് ഇവിടെ നടക്കുന്നത്. അത് ഒരു പുതിയ ഇക്വേഷനിലേക്ക് കാര്യങ്ങൾ മാറ്റും എന്നേവരും പറയുകയുമാണ്.